പ്രവാസികൾക്ക് വിഷുസദ്യയൊരുക്കി മുംബൈയിലെ മലയാളി ഹോട്ടലുകൾ. വിലക്കയറ്റത്തിലും കടുത്ത പാചകവാതക ക്ഷാമത്തിലും മലയാളികളെ കൈവിടാതെ നഗരത്തിലെ പ്രമുഖ ഹോട്ടലുകൾ. മഹാനഗരത്തിലെ ആദ്യ വിഷുവിശേഷങ്ങൾ പങ്കിട്ട് സിനിമ ടെലിവിഷൻ താരം അനീഷ് രവി. പൂവും പൂക്കളവും പോലെ തന്നെ ഒഴിച്ചുകൂടാനാവാത്തതാണ് വിഷുവും വിഷുക്കണിയും കൈനീട്ടവും വിഷുസദ്യയും. നഗരത്തിലെ മലയാളി ഹോട്ടലുകളും വിഷുവിന് വരവേൽക്കാൻ സജ്ജമാണ്. We made sure that when people come in, when customers come in, they feel at home. They look at the ambience, they enjoy being here. ഗ്രൂപ്പ് ഓഫ് കമ്പനിയാണ്. നമുക്ക് ബ്രാഞ്ചസുകളുണ്ട്. ഞങ്ങൾ പുതുതായിട്ട് ഞങ്ങളെ ഔട്ട്ലെറ്റ് സ്റ്റാറ്റസിൽ അടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഇപ്പോൾ ഓൾറെഡി നമ്മുടെ നെറോളിലുണ്ട്, അതുപോലെ ന്യൂ പനവേലിലുണ്ട്. അവിടെ നമ്മുടെ മലയാളി തനിമകൾ ഉയർത്തുന്ന എല്ലാ രീതിയിലുള്ള നമ്മുടെ നാടൻ ഇലയട, സുഖിയൻ, അങ്ങനെയുള്ള പിന്നെ ഇഡ്ഡലി, ദോശ, അങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് എല്ലാം കൂടി കൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിലേക്ക്, ന്യൂ മുംബൈയിലേക്ക്. നവി മുംബൈ മുതൽ ഫോർട്ട് വരെ നിരവധി ഹോട്ടലുകൾ വിഭവസമൃദ്ധമായ വിഷുസദ്യ ഒരുക്കി ഉപഭോക്താക്കളെ ആകർഷിക്കുന്നു. വാപ്പിയിലും മുംബൈയിലുമായി സമാജങ്ങളുടെ വിഷു ആഘോഷങ്ങളിൽ പങ്കെടുക്കാനെത്തിയതാണ് സിനിമാ സീരിയൽ നടൻ അനീഷ് രവി. ഇക്കുറി മുംബൈയിലെ വിഷുവായി പങ്കിടാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് അനീഷ്. ഒരു പുതുവർഷം, മലയാളികളുടെ പുതുവർഷമാണ് നമ്മൾ വിഷുവായിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ ഈ വിഷു ദിനത്തിന് കണി കാണാനായിട്ട് കാത്തിരിക്കുന്ന ദിവസമാണ് നമ്മളെല്ലാവരും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ വന്നപ്പോൾ പ്രേമട്ട വലിയ സന്തോഷമുണ്ട്. കാരണം പ്രവാസികളോടൊപ്പമാണ് ഇപ്രാവശ്യത്തെ എന്റെ വിഷു. മുംബൈയിൽ ഓണവും വിഷുവുമെല്ലാം ഒഴിവു ദിവസങ്ങളിലാണ് ആഘോഷിക്കുന്നതെന്ന് സാമൂഹ്യ പ്രവർത്തകനായ മനോജ് പറയുന്നു. ദിനങ്ങളിൽ അവധിയില്ലാത്ത കാരണം കൊണ്ട് ജോലിക്ക് പോകാനുള്ള, കാരണം ബോംബെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവന്റെ ഇതിനു വേണ്ടിയിട്ട്, അതായത് ഓഫീസിലെ ജോലികളും അതും ഇതൊക്കെ തീർക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതുപോലുള്ള ഹോട്ടലുകളിലാണ് വിഷു ദിവസം പ്രത്യേക സദ്യയൊരുക്കിയാണ് മലയാളി ഹോട്ടലുകളും കാർഷികോത്സവത്തെ ആഘോഷമാക്കുന്നത്. നമുക്ക് വേണ്ടി തയ്യാറാക്കുന്ന ഇത്തരം സ്ഥാപനങ്ങളുള്ളത് നമുക്കൊരു സന്തോഷമാണ്. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എല്ലാം കൂടി ഒത്തുകൊണ്ടുവരാൻ പാടാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന വിഷുവിന്റെ സദ്യയാണെങ്കിലും ഓണസദ്യ ആണെങ്കിലും പ്രവാസികൾക്ക് വേണ്ടി തയ്യാറാക്കുന്ന ഒരു പറ്റം ഇത്തരത്തിലുള്ള ഹോട്ടൽസ് ഉള്ളതും നമുക്കൊരു ആശ്രയമാണല്ലോ, ഒരു സന്തോഷമാണ്. 25ലധികം വിഭവങ്ങളും വിവിധ തരത്തിലുള്ള പായസവും ഉൾപ്പെട്ട സദ്യയാണ് പ്രധാന ആകർഷണം. റോയൽ റിസർവ് എപ്പോഴും വരാറുണ്ടോ? കപ്പയും മീനും ഒക്കെ കഴിഞ്ഞു. പക്ഷെ ഞാനിന്ന് വന്നത് വിഷു ആഘോഷിക്കാനാണ്. കാരണം ഇവിടെ വന്നപ്പോൾ നമുക്കറിയാൻ പറ്റും റോയൽ റിസർവിൽ നമുക്ക് ഗംഭീരമായ സദ്യ. പാചകവാതക ക്ഷാമവും വിലക്കയറ്റവും പ്രതിസന്ധിയാണെങ്കിലും കേരളത്തിന്റെ തനത് രുചി നിലനിർത്തുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലെന്നാണ് ഹോട്ടൽ ഉടമകളും പറയുന്നത്. ഈ വർഷം കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, ഗ്യാസിന്റെ ലഭ്യതയുടെ കുറവ് കാര്യങ്ങളുണ്ട്. എങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ കസ്റ്റമർക്ക് കൂടുതൽ തന്നെ നിൽക്കണം. മീൻസ് അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ഒരു കുറവും കൂടാതെ തന്നെ ചെയ്തിട്ടുണ്ട്. വീട്ടിലെ സദ്യകളെ മാറ്റി ഹോട്ടലുകളും സംഘടനകളും മുന്നിൽ വരുമ്പോഴും മലയാളി മനസ്സുകളിൽ വിഷുവിന്റെ മഹാത്മ്യം അതേപടി നിലനിൽക്കുന്നു. നാടിനകലെയായാലും പാരമ്പര്യവും രുചിയും ചേർന്നൊരു ആഘോഷമായി വിഷു ഗൃഹാതുരത പകർന്നാടുന്നു.